ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വിസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോയാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. എന്നു മുതലാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? 1974. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? പ്രൊഫസർ ആർ മിശ്ര. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം? ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. ലോക വനദിനം മാർച്ച് 21. കർഷകന്റെ മിത്രം? മണ്ണിര. ഒരു ഇല മാത്രമുള്ള സസ്യം? ചേന. കൊക്കക്കോള കമ്പനിക്കെതിരെ പ്ലാച്ചിമടയിൽ സമരം നടത്തിയ സ്ത്രീ ആരായിരുന്നു? മൈലമ്മ. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം? ബാണാസുര സാഗർ. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1986. പരിസ്ഥിതി സംരക്ഷണത്തിനായി രൂപം കൊണ്ട ആദ്യത്തെ സംഘടന? IUCN. UNEPയുടെ ആസ്ഥാനം? നെയ്റോബി, കെനിയ. ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനത്തിലെ ആതിഥേയ രാജ്യം? USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. 2020 ലോക പരിസ്ഥിതി ദിനത്തിലെ ആതിഥേയ രാജ്യം? കൊളംബിയ. 2020 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ജൈവ വൈവിധ്യം ആഘോഷിക്കുക. 2018 ലോക പരിസ്ഥിതി ദിനത്തിലെ ആതിഥേയ രാജ്യം? ഇന്ത്യ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ്? മേധ പട്കർ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ്? മസനോവ ഫുക്കുവോക്ക. ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം രചിച്ചത് ആര്? മസനോവ ഫുക്കുവോക്ക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല? കണ്ണൂർ. കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവുള്ള ജില്ല? കൊല്ലം. കല്ലേൽ പൊക്കുടൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ടൽക്കാട്. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ചരൺ സിംഗ്. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്? ആമസോൺ മഴക്കാട്. ആമസോൺ മഴക്കാട് ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു?
ബ്രസീൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല? ആലപ്പുഴ. ആകെ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല? വയനാട്. കേരളത്തിൻ്റെ ജൈവ ജില്ല? കാസർഗോഡ്. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. ലോകത്തിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? നിലമ്പൂർ. ഗ്രീൻപീസ് പരിസ്ഥിതി സംഘടനയുടെ ആസ്ഥാനം? ആംസ്റ്റർഡാം, നെതർലൻഡ്. പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത്? തെക്കേ അമേരിക്ക. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്ന് അറിയപ്പെടുന്ന വനമേഖലകൾ ഏതാണ്? ഉഷ്ണമേഖല മഴക്കാടുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യം? ചന്ദനം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ദേശീയ പുഷ്പമായി അംഗീകരിച്ചിരിക്കുന്ന പുഷ്പം? റോസ്. പ്രകൃതിയുടെ ഔഷധശാല എന്ന് അറിയപ്പെടുന്ന വൃക്ഷം? വേപ്പ്. ഇന്ത്യയിൽ വനമേഖല ഏറ്റവും കുറവുള്ള സംസ്ഥാനം? പഞ്ചാബ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വനനശീകരണം നടക്കുന്ന രാജ്യം? ബ്രസീൽ. ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല? ആലപ്പുഴ. ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യത്തെ ആശുപത്രി? ദി ചാരിറ്റബിൾ ബേർഡ് ഹോസ്പിറ്റൽ, ന്യൂഡൽഹി. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ ശുദ്ധജല ശതമാനം? 3%. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്? നെയ്യാർ. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം? കോഴിക്കോട്. ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല? കാസർഗോഡ്. ഇന്ത്യയിലെ ആദ്യ നാഷണൽ പാർക്ക്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ ആദ്യത്തെ പേര്? ഹെയ്ലി നാഷണൽ പാർക്ക്. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഇന്ദുചൂടൻ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.